ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. കൽക്കി 2898 AD ഇന്നലെ റിലീസ് ചെയ്തു. ആദ്യ ദിനം തന്നെ സിനിമ 195 കോടിയോളമാണ് നേടിയത്. രണ്ടാം ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് നമുക്ക് കടന്നു വരാം. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. നാഗ് അശ്വിൻ ഡയറക്റ്റ് ചെയ്ത പ്രഭാസ്, അമിതാഭ് ബച്ചൻ, കമൽഹാസൻ തുടങ്ങിയവർ പ്രധാന വേഷത്തിലെത്തിയ ഈ ഒരു സിനിമ ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. ഹെവി പോസിറ്റീവ് റിപ്പോർട്ടാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ആദ്യ ദിനം സിനിമ നേടിയത് 195 കോടിയാണ് വേൾഡ് വൈഡായിട്ട്. ഇന്ത്യയിൽ നിന്ന് മാത്രമായി 110 കോടിയോളമാണ് നേടിയത്. രണ്ടാം ദിവസം സിനിമ 300 കോടി കടക്കുമോ എന്നുള്ളൊരു ചോദ്യമാണ്. കേരളത്തിൽ ഈ സിനിമ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ആദ്യ ദിനം 2,85 ലക്ഷം രൂപയാണ് നേടിയതെങ്കിൽ രണ്ടാം ദിവസത്തെ സിനിമയുടെ കളക്ഷൻ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ഇതുവരെ ലഭ്യമായ കണക്കുകൾ പ്രകാരം മികച്ച രീതിയിൽ മുന്നോട്ട് കുതിക്കുമ്പോൾ 1014ഓളം ഷോകൾ ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടു. 1,20,000 മുകളിലുള്ള ആളുകളാണ് കണ്ടിരിക്കുന്നത്. ഇന്നലെ തന്നെ വെച്ച് നോക്കുമ്പോൾ ചെറിയ ഒരു ഇടിവ്, അതായത് 10% ഇടിവ് പറയുന്നു. പക്ഷേ നൈറ്റ് ഷോസ് കഴിയുമ്പോൾ ഒരുപക്ഷെ ഇന്നലത്തേക്കാളും മുകളിലായിരിക്കും കളക്ഷൻ എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ നോക്കുമ്പോൾ ഇതുവരെ ലഭ്യമായ കേരള കളക്ഷൻ അനുസരിച്ച് ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 1,90,00,000 രൂപയോളമാണ്. ഇന്നലെ ഇതേ സമയം 2,13,00,000 രൂപയായിരുന്നു കളക്ഷൻ വന്നത്. ഇന്നലെ ഫൈനലായി ട്രാക്കേഴ്സ് പുറത്തുവിട്ട കളക്ഷൻ 2,41,00,000 രൂപയാണെങ്കിൽ ഇന്ന് തീർച്ചയായും അത് 2,20,00,000 രൂപയോളമാണ് അവർ പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു പക്ഷേ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ 2,41,00,000 രൂപയ്ക്ക് അടുത്തോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകും. അങ്ങനെ വരികയാണെങ്കിൽ 2,85,00,000 3 കോടിക്ക് അടുത്തായിരിക്കും സിനിമയുടെ കളക്ഷൻ വരുന്നത്. ഇതുവരെ ട്രാക്കേഴ്സ് മുഖാന്തരം വന്നിരിക്കുന്നത് 4,30,00,000 രൂപയാണ്. ഈ ഒരു മൂവ്മെന്റ് വരെ വന്നിരിക്കുന്നത് ട്രാക്ക്ഡ് കളക്ഷനായിട്ട്. അതായത് ഈ 2 ദിവസം കൊണ്ട് 5.5 കോടിക്ക് മുകളിലേക്ക് സിനിമ എത്തുമെന്നുള്ളതിന് സംശയമില്ല. കേരള കളക്ഷൻ വേൾഡ് വൈഡായിട്ട് ഇന്ന് പ്രതീക്ഷിക്കുന്ന 100 കോടിക്ക് മുകളിലാണ്. 125, 140 കോടിക്കിടയിലായിരിക്കുമെന്നുള്ളതാണ്. സ്വാഭാവികമായും ഒരു ഇടിവ് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യ ദിനത്തെ നമുക്കറിയാം, റിലീസിനനുസരിച്ച് എത്രത്തോളം തിയേറ്ററുകളിലും ഷോ കൗണ്ടുകളുമൊക്കെ കൂടും. വെള്ളിയാഴ്ചയാണ്, വർക്കിംഗ് ഡേ ആണ്. പക്ഷേ നാളെയും മറ്റന്നാളും സിനിമ കാശ് വരുന്ന ദിനങ്ങളായിരിക്കും. ആദ്യ ദിനത്തിനേക്കാളും കൂടുതൽ കളക്ഷൻ മേടിക്കുന്ന ദിനങ്ങളായിരിക്കും ശനിയും ഞായറും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തായാലും പ്രതീക്ഷിക്കുകയാണ് സിനിമ തീർച്ചയായും 300, 350 കോടിയിലേക്ക് 2 ദിവസം കൊണ്ട് എത്തുമെന്നുള്ളത്. എന്തായാലും 300 കോടിയുടെ താഴേക്ക് പോകില്ല എന്നുള്ളത് ഉറപ്പാണ്. നമുക്ക് കാത്തിരിക്കാം. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.